nature of managerial economics or characteristics of managerial economics. Managerial economics in the സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. First one, microeconomics. Managerial economics is microeconomic in character. This is so because it studies the problems of particular business unit. Managerial economics microeconomic ആണ് അതിന്റെ സ്വഭാവത്തിൽ. എന്താ അങ്ങനെ പറയാൻ കാരണം മാനേജറിയൽ ഇക്കണോമിക്സിൽ നാം പഠിക്കുന്നത് ഒരു പർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റിനെ കുറിച്ചാണ്. മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ ഇക്കണോമിക് ആണ് അതിന്റെ സ്വഭാവത്തിൽ. സെക്കൻഡ് പോയിന്റ്, നോർമേറ്റീവ് സയൻസ് ആണ്. Managerial economics is a normative science. It seeks what is good and what is bad. It is concerned with what management should do under particular circumstances. It determines the goals of the enterprise. Then it develops the ways to achieve these goals. So managerial economics is a normative science. എന്താണ് നല്ലത് എന്താണ് മോശം എന്നാണത് അന്വേഷിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മാനേജ്മെന്റ് ഏത് തീരുമാനമാണ് എടുക്കേണ്ടതെന്നാണ് സ്വാഭാവികമായും മാനേജറിയൽ ഇക്കണോമിക്സ് പറയുന്നത്. അത് ഒരു സംരംഭത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിർണയിക്കുകയാണ്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗങ്ങളാണ് സ്വാഭാവികമായും മാനേജറിയൽ ഇക്കണോമിക്സ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ പറയാം എന്താണ്, അതൊരു നോർമേറ്റീവ് സയൻസ് ആണ് പറയാം. ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രാഗ്മാറ്റിക് ആണ്. മാനേജറിയൽ ഇക്കണോമിക്സ് ഈസ് പ്രാഗ്മാറ്റിക്. ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ മേക്കിംഗ് ഇക്കണോമിക് തിയറി മോർ ആപ്ലിക്കേഷൻ ഓറിയന്റഡ്. ഇറ്റ് ട്രൈസ് ടു സോൾവ് ദ മാനേജറിയൽ പ്രോബ്ലംസ് ഇൻ ദെയർ ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ്. ഒരു പ്രായോഗികത ഉള്ള ഒരു മേഖലയാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്കണോമിക് തിയറിയെ, സാമ്പത്തിക സിദ്ധാന്തങ്ങൾ കൂടുതൽ പ്രായോഗിക തലങ്ങളിലേക്ക് ആവിഷ്കരിക്കുകയാണ് മാനേജറിയൽ ഇക്കണോമിക്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു മാനേജ്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങളെ, ഒരു ബിസിനസ്സിൽ ഒരു മാനേജ്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങളെ ഒക്കെ പരമാവധി അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രായോഗിക തലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മാനേജറിയൽ ഇക്കണോമിക്സിൽ. മറ്റൊന്ന് പ്രിസ്ക്രിപ്റ്റീവ് ആണ്. Managerial economics is prescriptive rather than descriptive. It prescribes solutions to various business problems. Managerial economics ഒരു എന്താണ്, നിർദ്ദേശകമാണ്, നിർദ്ദേശിക്കുന്ന ഒന്നാണ്. അത് പ്രിസ്ക്രൈബ് ചെയ്ത്, എന്താ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? വിവിധ ബിസിനസ്സുകളിൽ ഉണ്ടാവുന്ന വിവിധ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള പരിഹാര മാർഗം എന്താണെന്നത് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനേജറിയൽ ഇക്കണോമിക്സ് എന്താണ്, പ്രിസ്ക്രിപ്റ്റീവ് ആണ്. It uses macroeconomics. Another characteristics of managerial economics is that it also uses macroeconomics. The macroeconomics ഉപയോഗിക്കുന്നു. Macroeconomics is also useful to managerial economics. Managerial economics il macroeconomics ഉപകാരപ്രദമാണ്, ഉപയോഗപ്രദമാണ്. Macroeconomics provides an intelligent understanding of the environment in which the business operates. Managerial economics takes the help of macroeconomics to understand the external conditions such as business cycle, national income, economic policies of government, etc. ഒരു ബിസിനസ് പ്രവർത്തിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ച് ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വ്യക്തത മാക്രോ എക്കണോമിക്സ് നൽകുന്നുണ്ട്. ആ സാഹചര്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. ഒരു ബിസിനസ് എവിടെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്. അതുപോലെ തന്നെ മാനേജറിയൽ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് സഹായം നേടുന്ന മറ്റു ചില മേഖലകളുണ്ട്. ബിസിനസ് സൈക്കിളിനെ കുറിച്ച് അറിയുവാനായിട്ട്,
നാഷണൽ ഇൻകത്തെ കുറിച്ച് അറിയാനായിട്ട്, ഗവൺമെന്റ് സാമ്പത്തിക നയങ്ങളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം, ഒരു മാനേജറൽ എക്കണോമിക്സിൽ മാക്രോ എക്കണോമിക്സെ കൂടി അത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അതിന്റെ മറ്റൊരു സ്വഭാവ സവിശേഷത. മറ്റൊന്ന്, ഇറ്റ് യൂസസ് എ തിയറി ഓഫ് managerial economics largely uses the body of economic concepts and principles towards solving the business problems. ഇപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇക്കണോമിക്സിലെ ആശയങ്ങളെയും തത്വങ്ങളെയും വളരെ വ്യാപകമായ തോതിൽ മാനേജറൽ ഇക്കണോമിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഫേമിനെ സംബന്ധിച്ച് ആ ഫേമുമായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തിയറികളൊക്കെ ഒരു മാനേജറൽ ഇക്കണോമിക്സിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന്, മാനേജ്മെന്റ് ഓറിയന്റഡ് ആണ്. The main aim of managerial economics is to help the management in taking correct decisions and preparing plans and policies for future. അപ്പോൾ ശരിക്കും മാനേജറൽ ഇക്കണോമിക്സിന്റെ ലക്ഷ്യം എന്താണ്? അത് മാനേജ്മെന്റിനെ സഹായിക്കുകയാണ്. എന്തിനെ സഹായിക്കുന്നത്? എന്തിനു വേണ്ടിയാ? അതിന്റെ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യാനും ഭാവിയിലേക്കുള്ള പോളിസികൾ രൂപീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ടാണ് മാനേജറൽ ഇക്കണോമിക്സ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാനേജറൽ ഇക്കണോമിക്സ് നിലവിലുള്ളത്. കാരണം മാനേജ്മെന്റിനെ സഹായിക്കുക എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, മൾട്ടി ഡിസിപ്ലിനറിയാണ്. Managerial economics makes use of most modern tools of mathematics, statistics, and operation research in decision making and forward planning. The principles of accounting, finance, marketing, production, personnel, etc. are used. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി, വിവിധ ശാസ്ത്രശാഖകളെ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് മാനേജറൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. കാരണം അത് മാത്തമാറ്റിക്സിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ഓപ്പറേഷൻ റിസർച്ചിന്റെയും ഒക്കെ ഒരുപാട് ടൂൾസിനെ അത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, പ്രത്യേകിച്ച് മുന്നോട്ടുള്ള പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട്, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്, ഫിനാൻസുമായി ബന്ധപ്പെട്ട്, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, തൊഴിലാളി നിയമനവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ മാനേജറൽ ഇക്കണോമിക്സ് മറ്റു പല വിഷയങ്ങളുടെയും തത്വങ്ങളെയും സംഹിതകളെയും ഉപയോഗിക്കുന്നു. അവസാനമായി, ആർട്ട് ആൻഡ് സയൻസ്. മാനേജറൽ ഇക്കണോമിക്സ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. ഒരേ സമയം ഒരു സയൻസും ഒരു ആർട്ടുമാണ് മാനേജറൽ ഇക്കണോമിക്സ്. ആസ് എ സയൻസ്, ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് ഇഫക്റ്റ് ബൈ കളക്ടിങ്, ക്ലാസിഫൈങ് ആൻഡ് അനലൈസിങ് ദ ഫാക്ട്സ് ഓൺ ദി ബേസിസ് ഓഫ് സർട്ടൻ പ്രിൻസിപ്പിൾസ്. എന്താണ് സയൻസ് എന്ന രീതിയിൽ? കാര്യകാരണ ബന്ധത്തെ കുറിച്ച് വ്യക്തമായി പഠിക്കുന്നു. ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട്, ക്ലാസിഫൈ ചെയ്തുകൊണ്ട്, അനലൈസ് ചെയ്തുകൊണ്ട്, ചില പ്രത്യേക പ്രിൻസിപ്പിൾസിനെ ആസ്പദമാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഡാറ്റ ശേഖരിച്ചും അതിനെ ക്ലാസിഫൈ ചെയ്തും അതിനെ അനലൈസ് ചെയ്തും അവിടെ കാര്യകാരണങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. അതൊരു സയൻസ് ചെയ്യുന്ന മേഖലയാണ്, സയൻസിന്റെ വിഷയമാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ ആർട്ട്. അതൊരു ആർട്ട് കൂടിയാണ്. കാരണം ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഫോം. ഒരു ഫേമില് തീരുമാനങ്ങൾ എടുക്കുന്ന കല എന്താണെന്നാണ് മാനേജറൽ ഇക്കണോമിക്സ് പറയുന്നത്. ആ രീതിയിൽ പറയുമ്പോൾ അതൊരു ആർട്ടാണ്. ക്ലിയർ?